എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ ഞാനിവിടെ മക്രോണി പാസ്തയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 200 ഗ്രാമിൻ്റെ മക്രോണിയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാസ്ത നമുക്ക് ഒരുപാട് വെറൈറ്റിയിൽ കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മക്രോണി പാസ്തയാണ്. അപ്പോൾ ഇതിനകത്തുനിന്നൊരു 100 ഗ്രാം മാത്രമേ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൂടെ ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാം മക്രോണി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്. അപ്പോൾ കുറച്ചൊരു ഓയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റിക്കിനെസ് കുറച്ച് കുറയും. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ എടുക്കുകയുള്ളൂ കുക്കാവാനായിട്ട്. അപ്പോൾ കുക്കായെന്ന് അറിയാനേ ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈസി ആയിട്ട് കട്ടായെങ്കിൽ അത് കുക്കായി എന്നാണ് അർത്ഥം. ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ കുറച്ച് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാനിത് ടാപ്പ് വാട്ടറിൽ ഒരു 2-3 തവണ ഒന്നും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഇട്ടപാടെ കരിഞ്ഞു അപ്പോൾ കളറൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം 1 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ലംസ് ആയി പോവും. അപ്പോൾ വിസ്ക് ആണെങ്കിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് കട്ട കെട്ടാതെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം 1 മിനിറ്റ് നേരം വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ബോയിൽഡ് ആയിട്ടുള്ള പാലല്ല, നോർമൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാലൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വിസ്ക് വെച്ച് തന്നെ വീണ്ടും നന്നായിട്ട് ആ ലെംസ് ഒന്നും ഇല്ലാതെ എങ്ങും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. ഏകദേശം ഒരു 1.5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മക്രോണി ഉപ്പൊക്കെ ഇട്ടാണ് കുക്ക് ചെയ്തത്. അതുകൊണ്ട് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇറ്റാലിയൻ സീസണിംഗ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റാലിയൻ സീസണിംഗ് ഇല്ലെങ്കിൽ ഓറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓറിഗാനോ ആണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കിയേക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇളം ചൂട് പാലോ വെള്ളമോ ഒരു 1/4 ഗ്ലാസ് അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും 1 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ ആ ഒരു സോസിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ മക്രോണിയിലും കൂടെ പിടിക്കും. അപ്പോൾ 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് മക്രോണി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്